മലേഷ്യയിലെ ഞങ്ങളുടെ അവസാനത്തെ ദിവസത്തിൽ ഞങ്ങളൊരു അക്വേറിയത്തിലും പിന്നെ അതുപോലെ KL ടവറിലേക്കാണ് പോയത്. അപ്പോൾ ആ കാഴ്ചകൾ ഈ ഒരു വീഡിയോയിൽ കാണാം. ഏകദേശം 1000 അടിയോളം ഉയരമുള്ള ഈ ഒരു ടവറിന്റെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഇതിന് താഴെയായിട്ട് കുറച്ച് ഷോപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളും അതുപോലെ ചെറിയൊരു അക്വേറിയം ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു അക്വേറിയത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മളിവിടുത്തെ വലിയൊരു അക്വേറിയത്തിലേക്കാണ് ഇത് കഴിഞ്ഞിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ കയറുന്നില്ല. ഏതായാലും ഇതിനകത്തേക്ക് നമുക്ക് പോവാം. ക്ലൂക്ക് ആപ്പ് വഴിയാണ് ഞങ്ങൾ ഇങ്ങോട്ടുള്ള ടിക്കറ്റ് എടുത്തത്. ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഇവിടെ 3 രീതിയിലുള്ള ടിക്കറ്റ് നമുക്ക് എടുക്കാം. ഒബ്സർവേഷൻ, സ്കൈ ഡെക്ക്, സ്കൈ ബോക്സ് എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അതിന് താഴെയുള്ള ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, ഗ്ലാസ് വെച്ച് ക്ലോസ് ചെയ്തൊരു ഏരിയ ഉണ്ട്, അങ്ങോട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് സ്കൈ ഡെക്ക്, സ്കൈ ബോക്സ് എന്നുള്ള 2 ഏരിയ ഉണ്ട്. സ്കൈ ഡെക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലേക്ക് പോകാം. സ്കൈ ബോക്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ഗ്ലാസിന്റെ ഒരു ബോക്സ് ഉണ്ട്, അതിനുള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ആ ഓപ്ഷൻ എന്തായാലും നിങ്ങൾ എടുക്കണം, അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾ ഈ ഒബ്സർവേഷൻ ഡെക്ക് എടുക്കണമെന്നില്ല, സ്കൈ ഡെക്ക്, സ്കൈ ബോക്സ് മാത്രം എടുത്താലും മതി. ഒബ്സർവേഷൻ ഡെക്കിന്റെ ഉള്ളിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കാണാൻ, ഏറ്റവും മുകളിലേക്കുള്ളത് മാത്രം എടുത്താൽ മതി. നമ്മളിപ്പോൾ മുകളിലെത്തി. ഇനി നമുക്ക് പുറത്തിറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മൾ ഇതിനു മുമ്പ് പോയ പെട്രോണാസ് ടവറാണ് ആ ദൂരെ കാണുന്നത്. അവിടുത്തെ പോലെയല്ല, ഇവിടെ നമുക്ക് അങ്ങനെ ടൈം ലിമിറ്റ് ഒന്നുമില്ല. നമുക്ക് വേണ്ടത്ര ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്കൈ ബോക്സ്. ഇതൊരു കംപ്ലീറ്റ് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബോക്സ് ആണ്. ഇങ്ങനത്തെ 1-2 ബോക്സ് ഉണ്ട് ഇവിടെ കേട്ടോ. ഇതിന്റെ അകത്തേക്ക് കയറി ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. താഴെ ഒന്നുമില്ല, കംപ്ലീറ്റ് ട്രാൻസ്പെറന്റ് ആയിട്ടാണ് കാണുന്നത്. കുറച്ച് നേരം ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ക്യൂ അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ടി വരും. ഏകദേശം 900 അടിക്ക് മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഫോട്ടോ ഒക്കെ അവർ എടുത്തു തരും. പൈസ അഡീഷണലി കൊടുക്കണം, പക്ഷെ അവർ വേണമെങ്കിൽ നമ്മുടെ ഫോണിൽ എടുത്തു തരും. പിന്നെ ക്യൂ നിന്ന് വീണ്ടും കയറണമെങ്കിൽ കയറുകയൊക്കെ ചെയ്യാം, അതിന് ലിമിറ്റ് ഒന്നുമില്ല. ഇതെന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇവിടെ എന്തായാലും വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ മിസ്സാക്കരുതേ. ഇതിന്റെ താഴെ ഒരു ചെറിയൊരു സൂ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അകത്തേക്കൊന്നും പോയില്ല, ചെറിയൊരു സൂ ആണ്. പുറത്ത് ഇങ്ങനെ ഒരു പക്ഷിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാം. ഞങ്ങൾ ഏതായാലും എല്ലാവരും കുറെ ഫോട്ടോ ഒക്കെ എടുത്തു ഇതിൽ വെച്ചിട്ട്. താഴെ നമുക്ക് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനും അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് ഇവിടെ. നമുക്കിവിടെ കുറെ നേരം ഇരിക്കാനെല്ലാം പറ്റും. KL ടവർ ഏതായാലും എനിക്ക് നല്ലൊരു വർത്ത് ഓപ്ഷൻ ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾ ബഡ്ജറ്റ് ട്രിപ്പ് ആയിട്ടാണ് വരുന്നതെങ്കിൽ പെട്രോണാസ് ടവറിലെ ടിക്കറ്റ് എടുക്കുന്നതിന് വരെ KL ടവറിൽ ഇത് എടുക്കുക. അവിടുത്തെ പോലെ ഇവിടെ ടൈം സ്ലോട്ട് ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ വരാൻ പറ്റും. പക്ഷേ ഇവിടെ മഴ പെയ്യുവാണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യില്ല, അതൊന്ന് ശ്രദ്ധിക്കണം. മഴയില്ലാത്ത സമയത്ത് തന്നെ വരാൻ നോക്കുക. കൊലാലംപൂർ നല്ലൊരു അടിപൊളി അക്വേറിയം ഉണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ആ കാണുന്നത് ഇവിടുത്തെ സിറ്റി ടൂറിന് കൊണ്ടുപോകുന്ന ബസ്സാണ് കേട്ടോ. ഈ ഒരു ഓപ്പൺ ബസ്സിൽ നമുക്ക് ടൂർ പോകാൻ പറ്റും. നമുക്ക് ക്ലൂക്ക് വഴി ടിക്കറ്റ് എടുക്കാം. രാവിലെ മുതൽ രാത്രി വരെ ഉണ്ട്. ഇത് രാത്രിയുള്ള ടിക്കറ്റ് ആണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവുമേ. ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വരാം. ഒരുപാട് ഇൻഫർമേഷൻസ് ഇവിടുന്ന് കിട്ടും. ഏകദേശം ഒരാൾക്ക് 1000 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ്. പിന്നെ കുട്ടികളായിട്ടൊക്കെ വരികയാണെങ്കിൽ അവർക്കും ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും.
ഷാർക്കൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇതിന്റെ അകത്തൂടെ നമ്മൾ നടക്കേണ്ട കാര്യമില്ല കേട്ടോ, ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. ഈ ഒരു ഗ്ലാസിന്റെ ഏരിയ മൊത്തം നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നേ. ഇത്രയൊക്കെയാണ് ഞങ്ങൾ മലേഷ്യയിൽ കണ്ട കാഴ്ചകൾ. ചിലതൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഈ ഒരു 10 ദിവസം ഞങ്ങൾ ശരിക്കും ഇവിടെ എൻജോയ് ചെയ്തു. ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു ഇത്. അപ്പോൾ ഈ വീഡിയോകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും അതുപോലെ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.